എയിമസ്പോട്ട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഏവർക്കും എയിമസ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദീപ്തി നായർ, നോയിഡയിൽ നിന്ന്. നാടകാചാര്യൻ ഓംചേരി എൻ പിള്ളയ്ക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് നാഷണൽ മൈക്രോ ഡ്രാമ ഫെസ്റ്റിവൽ 2025 യവനിക വീണു. ഏറെ പ്രതീക്ഷയോടെ നാടകപ്രേമികൾ കാത്തിരുന്ന തെസ്പിസ 4 നാഷണൽ മൈക്രോ ഡ്രാമ ഫെസ്റ്റിവൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 2 ന്യൂഡൽഹിയിലെ LTG ഓഡിറ്റോറിയത്തിൽ നടന്നു. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുമായി ചേർന്ന് വൃക്ഷതി തിയേറ്റർ സംഘടിപ്പിച്ച നാടകോത്സവത്തിൽ ചിന്തോദ്ദീപകങ്ങളായ നിരവധി നാടകങ്ങളാണ് പ്രേക്ഷകരെ വൈവിധ്യമാർന്ന ചിന്താസരണികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രമുഖ നാടക കലാകാരന്മാരുടെ സാന്നിധ്യത്തിൽ കലയുടെ ശക്തിയുടെയും സാമൂഹിക ചിന്തകളുടെയും വിപുലമായ അവതരണങ്ങൾ കാണികളെ വശീകരിച്ചു. ഡോക്ടർ അഭിലാഷ പിള്ളയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ ഉത്സവം പ്രേക്ഷകരെ നവചിന്തകളിലേക്കും മാനവിക മൂല്യങ്ങളിലേക്കും ആഴത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. മികച്ച നാടകങ്ങളെയും നടന്മാരെയും ആദരിച്ചുകൊണ്ട് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പ്രമുഖ സാംസ്കാരിക നേതാക്കളുടെ സാന്നിധ്യം നിറഞ്ഞുനിന്ന നാടക മഹോത്സവം കല മാനവികതയ്ക്ക് എന്ന സന്ദേശം ഉയർത്തി സമാപിച്ചു. വാർത്തകൾ വിശദമായി. मुझे फिक्र होती है उसके छोटे बच्चों की. കല മാനവികതയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തുന്ന വൃക്ഷതി തിയേറ്ററും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയും ചേർന്ന് സംഘടിപ്പിച്ച തെസ്പിസ 4 നാഷണൽ മൈക്രോ ഡ്രാമ ഫെസ്റ്റിവൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 2 ന്യൂഡൽഹിയിലെ LTG ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി. കാച്ചിക്കുറുക്കിയ സംഭാഷണ ശകലങ്ങളും അനുവാചകന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന അഭിനയശൈലിയുമായി 30ഓളം ഹ്രസ്വ നാടകങ്ങളായിരുന്നു വേദിയിൽ അവതരിപ്പിച്ചത്. നാടകാചാര്യൻ ശ്രീ ഓംചേരി എൻ പിള്ളയ്ക്കുള്ള ആദരവായിട്ടായിരുന്നു ഈ വർഷത്തെ നാഷണൽ മൈക്രോ ഡ്രാമ ഫെസ്റ്റിവൽ തെസ്പിസ 4 സംഘടിപ്പിച്ചത്. ഇന്ത്യൻ സാഹിത്യത്തിലും നാടകമേഖലയിലും തന്റേതായ ശൈലി രൂപപ്പെടുത്തിയെടുക്കുകയും മലയാള നാടകരംഗത്ത് മാറ്റങ്ങൾക്ക് കാരണക്കാരായവരിൽ പ്രമുഖ സ്ഥാനത്ത് വർത്തിക്കുകയും ചെയ്ത ഓംചേരിയുടെ കലാസാഹിത്യരംഗത്തെ സംഭാവനകൾക്കുള്ള അംഗീകാരം കൂടിയായിരുന്നു ഈ നാടകോത്സവം. വൃക്ഷതി തിയേറ്ററിന്റെ ഗോഡ്ഫാദർ എന്ന നിലയിൽ അറിയപ്പെടുന്ന ഓംചേരിയുടെ ഓർമ്മകൾ ഉത്സവത്തിലുടനീളം സ്പന്ദിച്ചിരുന്നു. 51ഓളം ഏകാംഗ നാടകങ്ങളിലൂടെയും സമ്പൂർണ്ണ നാടകങ്ങളിലൂടെയും മലയാള തിയേറ്റർ സങ്കല്പത്തിന് ഒരു പുത്തൻ നിർവചനം നൽകിയ വീക്ഷണത്തിനുള്ള അംഗീകാരം കൂടിയായിരുന്നു ഈ ഉത്സവം. കേവലം 10 മിനിറ്റ് സമയത്തിനുള്ളിൽ ശക്തമായ പല സന്ദേശങ്ങളും പ്രേക്ഷകരിലെത്തിക്കുവാനും പല സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും പുതിയ ചിന്തകൾക്ക് വഴി തുറക്കുവാനും ഇത്തവണത്തെ നാഷണൽ മൈക്രോ ഡ്രാമ ഫെസ്റ്റിവലിനു കഴിഞ്ഞു. സാമൂഹിക രാഷ്ട്രീയ പോരാട്ടങ്ങൾ മുതൽ മതാധിപത്യം വരെ ചർച്ചയാക്കിയ തിയേറ്റർ അനുഭവത്തിന്റെ ഈ നുറുങ്ങുരൂപങ്ങൾ നാടകമെന്ന കലയ്ക്ക് സാമൂഹിക വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്താനാവുമെന്ന് തെളിയിക്കുന്നവയായിരുന്നു. വികാരവും വിചാരവും ഒരുപോലെ ഉണർത്തിയ നാടകങ്ങൾ അവതരിപ്പിക്കാൻ സ്ഥിതപ്രതിഷ്ഠരായ നാടക കലാകാരന്മാർക്കൊപ്പം പുതുമുഖങ്ങളും അണിനിരന്നു. ഇന്ത്യൻ വിദ്യാഭ്യാസ വീക്ഷണനും സംവിധായകനുമായ ഡോക്ടർ അഭിലാഷ പിള്ളയായിരുന്നു ഈ നാടകോത്സവത്തിന്റെ സംഘാടനത്തിൽ ചുക്കാൻ പിടിച്ചത്. പാരമ്പര്യ തനിമയ്ക്കൊപ്പം വർത്തമാനകാല ചിന്തകളും പാകത്തിന് കൂട്ടിച്ചേർത്ത് ഈ നാടകോത്സവം ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാക്കി മാറ്റിയതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. സമത്വവും ചരിത്രത്തിലെ വിവിധ സംഘർഷങ്ങളും മുതൽ ആനുകാലിക സംഭവങ്ങൾ വരെ ചർച്ചയായപ്പോൾ അവിടെ വാമൊഴിയുടെ ശക്തി പുനർജനിക്കുകയായിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തുനിന്നും നിരവധി നാടക കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അതോടെ വിവിധ സംസ്കാരങ്ങളുടെയും ആശയങ്ങളുടെയും കലാവൈവിധ്യങ്ങളുടെയും സംഗമവേദിയായി മാറി തെസ്പിസ 4. ഓരോ നാടകവും അത് കളിച്ച ചെറിയ സമയത്തിനുള്ളിൽ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ നിർണായക സ്വാധീനം ചെലുത്തി എന്നതാണ് ഈ നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ വിജയം. കല മാനവികതയ്ക്ക് വേണ്ടി എന്ന മുദ്രാവാക്യമുയർത്തി 2015 ഓഗസ്റ്റ് 16 സ്ഥാപിതമായ വൃക്ഷതി തിയേറ്റർ കലയിലൂടെ ഐക്യത്തിന്റെയും വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിന്റെയും സന്ദേശമുയർത്തി ഇന്നും യാത്ര തുടരുകയാണ്. സാമൂഹിക ക്ഷേമത്തിന്, പ്രത്യേകിച്ചും പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് നാടകങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് ഇവരുടെ വൃക്ഷിന്റെ വീക്ഷണം. ഒപ്പം സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്നതിലും വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള നാടക കലാകാരന്മാർക്ക് വേദികളൊരുക്കുന്നതിലും വൃക്ഷ ശ്രദ്ധ ചെലുത്തുന്നു. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഡീൻ ശ്രീ ശാന്തനു ഘോഷ് ആയിരുന്നു നാടകോത്സവം ഉദ്ഘാടനം ചെയ്തത്. കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും ബഹുസ്വരതയെയും പ്രോത്സാഹിപ്പിക്കുന്ന സംരംഭത്തെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. വൃക്ഷതി തിയേറ്റർ സെക്രട്ടറി ശ്രീ അജിത് ജി മണിയൻ ഓംചേരി നാടകങ്ങളെക്കുറിച്ച് രചിച്ച വിലാസലതികയുടെ കവർ റിലീസിംഗും ഈ ചടങ്ങിൽ നടന്നു. ഈ നാടകോത്സവത്തിലെ ഏറ്റവും മികച്ച നാടകമായി തിരഞ്ഞെടുത്തത് ഷൊർണൂരിലെ ആർട്ട് ആൻഡ് പെർഫോമൻസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഭൂതക്കണ്ണാടി എന്ന നാടകമായിരുന്നു. ബാംഗ്ലൂർ കലാകദംബ ആർട്ട് സെന്റർ അവതരിപ്പിച്ച അതു മികച്ച രണ്ടാമത്തെ നാടകമായി. മദ്രാസ് കേരള സമാജം അവതരിപ്പിച്ച മൃതിക എന്ന നാടകത്തിന്റെ രചയിതാവ് ശ്രീ ദീപക് സുധാകരന് മികച്ച നാടക രചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചു. ബാംഗ്യ സമാജ് ന്യൂഡൽഹിയുടെ സുഗോ ബിജാർ എന്ന നാടകത്തിലെ അഭിനയത്തിന് ജോയ്ദീപ് ഭട്ടാചാര്യ മികച്ച നടനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയപ്പോൾ വഡോദരയിലെ ത്രിവേണി അവതരിപ്പിച്ച മാവ്ലിയിലെ അഭിനയത്തിന് ഇഷീത സർവേക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചു.
ബാംഗ്ലൂരിലെ ഉത്കർഷ അഭിനയയുടെ വേർ ഡു ഐ പേസ് എന്ന നാടകത്തിന് സാങ്കേതിക പശ്ചാത്തലമൊരുക്കിയ ധർമ്മയ്ക്ക് മികച്ച ടെക്നീഷ്യനുള്ള സമ്മാനം ലഭിച്ചു. ചെന്നൈ നാടകവേദി അവതരിപ്പിച്ച സ്വപഹരണം എന്ന നാടകം സംവിധാനം ചെയ്ത അരുൺലാലിന് പ്രത്യേക ജൂറി അവാർഡ് ലഭിച്ചു. അതുകൂടാതെ അതു എന്ന നാടകത്തിൽ അഭിനയിച്ച ബാലതാരങ്ങളായ അനീഷ് വി സോമയാജി, നിത്യജി ഗൌഡ, അൻവിത വി സോമയാജി എന്നിവർക്കും ഗാസിയാബാദ്, സഹീബാബാദിലെ ത്രൂ മൈ വിൻഡോ അവതരിപ്പിച്ച ഗാജർ കാ ഹൽവ എന്ന നാടകത്തിൽ അഭിനയിച്ച നടി വിഭ തബലിയാലിനും പ്രത്യേക ജൂറി പുരസ്കാരങ്ങൾ ലഭിച്ചു. ജിൽമിൽ ഹസാരിക, ഹിമാംശു ബി ജോഷി, പ്രശസ്ത മലയാള സിനിമാ സംവിധായകൻ ശ്രീ പ്രിയനന്ദൻ എന്നിവരായിരുന്നു മത്സരത്തിന്റെ വിധികർത്താക്കൾ. വൃക്ഷതി തിയേറ്റർ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് സുബ്രഹ്മണ്യൻ, സെക്രട്ടറി അജിത് ജി മണിയൻ, ട്രഷറർ അനിൽകുമാർ മണി തുടങ്ങിയവരും ശ്രീ ടി പി രാജൻ, ജയരാമകൃഷ്ണൻ, രാജലക്ഷ്മി ഫ്രാൻസിസ്, സുജീവ് നായർ, സജിത് കുമാർ എന്നിവരും മുഴുവൻ സ്കാർലറ്റ് അംഗങ്ങളും ഈ ഉത്സവം വൻ വിജയമാക്കുവാൻ അഹോരാത്രം കഠിനാധ്വാനം ചെയ്തിരുന്നു. ടെപ്സിസ് 4 നാഷണൽ മൈക്രോ ഡ്രാമ ഫെസ്റ്റിവൽ 2025 രക്ഷാധികാരികളായ ശ്രീ ജോയ് വാഴയിൽ, ശ്രീ സുബു റഹ്മാൻ, ശ്രീ എ വി എനൂപ്, ജനറൽ കൺവീനർ ശ്രീ ബാബു പണിക്കർ എന്നിവർക്കൊപ്പം ശ്രീ കെ രഘുനാഥ്, ജോൺ ഫിലിപ്പോസ്, ഡൽഹി ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ ഫാദർ റോബി കണ്ണഞ്ചിറ എന്നിവരും പരിപാടിയുടെ വിജയത്തിൽ സുപ്രധാന പങ്കുവഹിച്ചു.
ഇതോടെ ഇന്നത്തെ എയിമ സ്പോട്ട് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.